രാത്രിയായിരുന്നു എൻ്റെ പഠനത്തിന് ഞാൻ എപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വളരെ വൈകിയാണ് റീഡിങ്ങിന് എത്താറുള്ളത്. അപ്പോഴും അവർ റീഡിംഗ് റൂം എനിക്ക് വേണ്ടി മാത്രം അനുവദിച്ച് പലപ്പോഴും തന്നിട്ടുണ്ട്. എൻ്റെ പേര് നിതിൻ. ഞാൻ തിരൂർ സ്വദേശിയാണ്. ഈ കഴിഞ്ഞ മലപ്പുറം LDC എക്സാമിനേഷനിൽ 6ാം റാങ്ക് നേടാൻ എനിക്ക് സാധിക്കുകയുണ്ടായി. ഈ നേട്ടത്തിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. ഇത്രയും മികച്ച ഒരു നേട്ടത്തിലെത്താൻ എന്നെ സഹായിച്ചത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മത്സര പരിശീലന കേന്ദ്രമായിട്ടുള്ള എയ്സ് ആണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരായിരുന്നു എനിക്ക് അന്ന് ക്ലാസ്സുകൾ എടുത്തിരുന്നത്. അതിൽ തന്നെ ഞാൻ പല വിഷയങ്ങളും പിറകോട്ടായിരുന്നു. അതിൽ അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഇംഗ്ലീഷ്, അങ്ങനെ ചില വിഷയങ്ങളാണ്. അതിലൊക്കെ അധ്യാപകർ വളരെ അധികം എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 10ഓളം റാങ്ക് ലിസ്റ്റുകളിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടത് എയ്സ് നൽകുന്ന ഫെസിലിറ്റിയെ കുറിച്ചാണ്. സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും റീഡിംഗ് റൂം ആയാലും എല്ലാം നമുക്ക് നമ്മുടെ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് പറയേണ്ടത് OMR എക്സാമിനേഷനാണ്. PSCയിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എക്സാമിൻ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നു, എത്രമാത്രം അത് ആ ഒരു 75 മിനിറ്റ് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നാണ്. ആ ഒരു 75 മിനിറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ ശരിക്കും പഠിച്ചത് തിരൂർ എയ്സിൽ നടത്തിയിട്ടുള്ള OMR എക്സാമിനേഷനിൽ നിന്നാണ്. പിന്നീട് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്തുകൊണ്ട് പഠിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ജോലിയുടെ അടക്കം എനിക്ക് ഫ്രീ സമയങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എയ്സ് നൽകിയ ഓൺലൈൻ സംവിധാനങ്ങളുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് അവരുടെ മോക്ക് ടെസ്റ്റുകളായിരുന്നു. അവരുടെ ഓരോ ടോപ്പിക്ക് വെച്ചുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്, മോഡൽ ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം ഞാൻ കറക്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തെറ്റുകൾ വരാം, സ്വാഭാവികമാണ്. ആ തെറ്റ് വന്നത് വീണ്ടും എടുത്ത് പഠിച്ചിട്ട് അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എയ്സിലെ അധ്യാപകരോട് ചർച്ച ചെയ്തിട്ടൊക്കെയാണ് എന്നെ വീണ്ടും എയ്സ് ഒരുപാട് മുന്നിലെത്തിച്ചിട്ടുള്ളത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എയ്സ് മാനേജ്മെൻറ്റ് എനിക്ക് നൽകിയിട്ടുള്ള പിന്തുണ. ഏത് സമയത്തും ഏത് സഹായത്തിനും അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ വളരെ വൈകിയാണ് റീഡിങ്ങിന് എത്താറുള്ളത്. അപ്പോഴും അവർ റീഡിംഗ് റൂം എനിക്ക് വേണ്ടി മാത്രം അനുവദിച്ച് പലപ്പോഴും തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും ഒരുപാട് സഹായങ്ങൾ എയ്സ് മാനേജ്മെൻറ്റ് റാങ്ക് ഹോൾഡർ ആവുന്ന മുമ്പും ശേഷവും ഒരേപോലെ എനിക്ക് അവർ നൽകിയിട്ടുണ്ട്. ജോലിയുടെ കൂടെയുള്ള പഠനം എനിക്ക് വളരെ പ്രയാസകരമായി പലപ്പോഴും തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജോലി കഴിഞ്ഞ പാട് തിരൂർ എയ്സിലെ എൻ്റെ സ്ഥലം സ്വദേശം തിരൂരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ എയ്സിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. ഞാൻ ടീച്ചിങ് ഫീൽഡിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരൂർ എയ്സിലേക്ക് എത്തും. പിന്നീട് അവിടുന്ന് റീഡിങ് ചെയ്യും കുറച്ച്. പിന്നീട് രാത്രിയായിരുന്നു എൻ്റെ പഠനത്തിന് ഞാൻ എപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി അത് സിലബസ് അനുസരിച്ച് തന്നെ ഞാൻ കാര്യങ്ങൾ പഠിച്ചിരുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധ്യാപകരോട് തീർക്കും. പിന്നെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അത് എടുത്തു പറയേണ്ടവരാണ്. കാരണം PSCക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ള സുഹൃത്തുക്കളാണ്. പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഇത്തരം മികച്ചൊരു നേട്ടം എനിക്ക് നേടാൻ സാധിക്കില്ല. ഇനിയുള്ള ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ ഒരു മാരത്തോൺ റണ്ണ് പോലെ കാണണമെന്നാണ്. കാരണം ഒരു മാരത്തോൺ റണ്ണ് നമുക്കറിയാം, അതൊരു ലോങ് റേസാണ്. ആദ്യം സ്പീഡിൽ ഓടുന്ന ആളുകളും എപ്പോഴും നടുവിലെത്തുമ്പോഴത്തേന് തളർന്നു വീഴും. ഇനി ആദ്യം കുറച്ച് പതുക്കെ ഓടി നടുവിൽ സ്പീഡിൽ ഓടിയാലോ അവരും തളർന്നു വീഴും. എപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം പതുക്കെ ഓടുക, പിന്നീട് കുറച്ച് സ്പീഡ് കൂട്ടി എക്സാം അടുക്കും തോറും നമ്മൾ അതിൻ്റെ വേഗത കൂട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആയിരിക്കണം പഠന രീതികളും. എന്നെപ്പോലെ ഇതുപോലെ ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളതും സജസ്റ്റ് ചെയ്യാനുള്ളതും എയ്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. കാരണം അവർ എനിക്ക് നൽകിയിട്ടുള്ള സപ്പോർട്ട് അത്രത്തോളമുണ്ട്.